മറയുകില്ല ഏതു മഞ്ഞിലും പഴയ വഴികൾ, കൊഴിയുകില്ല ഏതു നോവിലും മനസ്സിനിലകൾ, പൊലിയുകില്ല നീ നൽകിയ മധുര നിമികൾ. ഇത് ഞങ്ങളുടെ കഥ. കഴിഞ്ഞ 40 വർഷത്തെ സൗഹൃദത്തിൻ്റെ കഥ. ഞങ്ങളോടൊപ്പം സന്തത സഹചാരിയായി യാത്ര ചെയ്ത ഹനുമാന്റെ ആകാശദൃഷ്ടിയിൽ നിന്ന്. ആകാശത്തുയർന്നു നിൽക്കുമ്പോൾ ഹനുമാന്റെ ദൃഷ്ടിയിൽ പർവ്വതങ്ങൾ ചെറുതാകുന്നു, നഗരങ്ങൾ രേഖകളാകുന്നു, കാലം പോലും ഒരു നിമിഷമായി ചുരുങ്ങുന്നു. ഇവിടെ താഴെ 40 വർഷങ്ങൾക്ക് മുൻപ് മനോഹരമായ കേരളത്തിലെ കോട്ടയം മെഡിക്കൽ കോളേജ് മുറ്റം, ചിരികളാൽ നിറഞ്ഞത്, സ്വപ്നങ്ങളാൽ തിരക്കുള്ളത്. അറിയാതെ തന്നെ 18 വയസ്സുകാരുടെ ഒരു സേന രൂപപ്പെട്ട കാലം. ഡിസെക്ഷൻ ഹാളുകൾ വെളിച്ചമുള്ള ഗുഹകളായി, രാത്രി ഡ്യൂട്ടികൾ അന്ധകാരത്തിനുള്ളിലെ ജാഗ്രതയായി. അവിടെ കണ്ടത് ക്ഷീണമല്ല, പരസ്പരം കൈമാറിയ സൗഹൃദമാണ്, ധൈര്യമാണ്. ആകാശത്തിൽ നിന്ന് ഹനുമാൻ ഞങ്ങളെ കണ്ടുകൊണ്ടേയിരുന്നു. ഒരാൾ വീഴുമ്പോൾ മറ്റൊരാൾ കൈനീട്ടുന്നു, ഒരാൾ സംശയിക്കുമ്പോൾ മറ്റൊരാൾ വിശ്വസിക്കുന്നു. അങ്ങനെ സൗഹൃദങ്ങൾ ശക്തമായ പാലങ്ങളാകുന്നു. കാലം കടന്നു. ഹനുമാൻ ഞങ്ങളോടൊപ്പമുള്ള പറക്കൽ തുടർന്നു. താഴെ ജീവിതം ഞങ്ങളെ പിരിച്ചുവിട്ടു. വ്യത്യസ്ത നഗരങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, വ്യത്യസ്ത സ്പെഷ്യാലിറ്റികളിലേക്ക്, ജീവിത സാഹചര്യങ്ങളിലേക്ക്. ചിലർ പ്രശസ്തരായി, ചിലർ നിശബ്ദ സേവനമായി. ചില പ്രകാശങ്ങൾ അപ്രത്യക്ഷമായി, അവരെ നക്ഷത്രങ്ങളായി കാണുന്നു. എങ്കിലും ഹനുമാൻ വ്യക്തമായി കണ്ടു, ഞങ്ങളിപ്പോഴും ഒരേ വൃത്തത്തിലാണ്, സൗഹൃദം തീർത്ത വൃത്തത്തിൽ. ഇന്ന് 40 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് നിൽക്കുന്നു. നരച്ച മുടി, വിശാലതയേറിയ നെറ്റി, അല്പം മങ്ങൽ വന്ന കാഴ്ച. വേദനയോ വിഷമമോ ഇല്ല,
കാരണം ഇവയെല്ലാം ദശാബ്ദങ്ങളുടെ സൗഹൃദത്തിൻ്റെ കഥ ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഇന്നും ഒരേ താളം. ഇത് വെറും ഓർമ്മകളല്ല, ഇതൊരു ബന്ധരേഖയാണ്, കാലത്തിന് മീതെ വ്യാപിച്ചിരിക്കുന്നത്. ഹനുമാൻ, ദൂരങ്ങൾ അളക്കുന്നവൻ, ഇന്ന് ഞങ്ങളോട് പറയുന്നു, നിങ്ങളുടെ സൗഹൃദം ദൂരത്തേക്കാൾ വലുതാണ്. ഹനുമാൻ ഇവിടെ പങ്കുവയ്ക്കുന്നു ഞങ്ങളോടൊപ്പമുള്ള 40 വർഷത്തെ യാത്രയുടെ കഥ. ഒരു വട്ടം കൂടിയെന്നോർമകൾ നീയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ നീയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. നമസ്കാരം. മനസ്സിലായി കാണുമല്ലോ എന്നെ. പണ്ട് രാവണന്റെ ലങ്കയിൽ പോയതിനു ശേഷം കടൽ കടന്നുള്ള പറക്കലൊക്കെ കുറവാണ്, മടുത്തു. അതുകൊണ്ട് വർക്കൗട്ട് കുറഞ്ഞു, തടി കൂടുന്നു എന്നൊക്കെ ഒരു പരാതി ഉണ്ട് ചിലർക്ക്. എന്നാ പിന്നെ ഇന്നൊരു ചെറിയ റോഡ് ചുറ്റിയിട്ട് വരാം. ആഹാ, എത്ര മനോഹരമായ കേരവൃക്ഷങ്ങൾ നിറഞ്ഞ സ്ഥലം. അമ്പലങ്ങളും പള്ളികളും ഒരുപോലെ തലയുയർത്തി നിൽക്കുന്നു. ഇത് ഏതാ ഈ സ്ഥലം? കണ്ടിട്ടൊരു കോളേജ് ആണെന്ന് തോന്നുന്നു. ഒന്നിറങ്ങി പേരൊന്ന് വായിക്കാം. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, കോട്ടയം. കൊള്ളാമല്ലോ. ഇന്ന് പുതിയ അധ്യയന വർഷം തുടക്കമാണെന്ന് തോന്നുന്നു. തരുണീമണികളും കുമാരന്മാരും അവരുടെ വൈദ്യശാസ്ത്ര പഠനത്തിന്റെ ആദ്യ പടവുകൾ എടുത്തു വെക്കാൻ ദ്രുതഗതിയിൽ കുതിക്കുന്നു. ഞാൻ പണ്ട് മരുത്വ മല എടുത്തുകൊണ്ട് പോയതുപോലെ തടിയ പുസ്തകങ്ങളുമായാണല്ലോ ഇവരുടെ വരവ്. ഈ കൗമാരപ്രായക്കാരുടെ നിഷ്കളങ്കത, അവരുടെ പൊട്ടിച്ചിരികൾ, കുറുമ്പുകൾ ഒക്കെ എനിക്ക് ഇഷ്ടമായി. എന്നാ പിന്നെ ഇവരുടെ കൂടെ ഒന്ന് കൂടാല്ലേ? ഇവരുടെ കൂട്ടായ്മയും വളർച്ചയും തളർച്ചയും ഒത്തുചേരലും വേർപിരിയലും എല്ലാം എനിക്ക് അരികിൽ നിന്നൊന്ന് വീക്ഷിക്കണം. ഞാനും വരാൻ കേട്ടോ നിങ്ങളുടെ കൂടെ. എല്ലാം കൂടി ഈ ക്യാമ്പസ് തിരിച്ചു വെക്കുന്ന തോന്നുന്നത്. ഉള്ളതിൽ തെമ്മാടിയാണല്ലോ ആ ജാബിർ. എടാ കള്ളാ, എനിക്ക് നിന്നെ നന്ന ബോധിച്ചു കേട്ടാ. നീ പഠിക്കാനും ബഹുമെടുക്കാനാണല്ലോ. കൂടെ കുറെ തട്ട് തകർപ്പ കൂട്ടുകാരും ഉണ്ട്. ഈ ചുള്ളനാണ് മാത്യു ബെഞ്ചമിൻ, പെൺപിള്ളാരുടെ ഹാർട്ട് പ്രോബ്. ബിജോ, എന്റെ അപ്പം കാണാനേ ഉറപ്പാവ് കേട്ടാ. ആ ടോമിയും തോംസണും ട്വിൻസ് പോലെയാണല്ലോ നടക്കുന്നത്. കൂടെ നമ്മുടെ വേണുക്കുട്ടനുണ്ടല്ലോ. പിള്ളേരൊട്ടും മോശമല്ല കേട്ടോ. ആശാറാണി, ജാക്ലിൻ, മിനിമോള, മിനി ബീവി, സൂസൻ, ഇവരെല്ലാം കൂടി അടിച്ച് പൊളിച്ചത് തന്നെ. എന്റെ കുട്ടികളുടെ ആദ്യത്തെ ആഘോഷം ഫ്രഷേഴ്സ് ഡേ. പ്രതിഭ കണ്ടാ തന്നെ അറിയാം ഒരു കലാപ്രതിഭയാണെന്ന്. അച്ഛൻ പിന്നെ സാഹിത്യകാരനാണല്ലോ. ആശാറാണി, ഈ കുട്ടി ഒരു സുന്ദരിയാണല്ലോ. എടാ കള്ളന്മാരെ ഒന്ന് നോക്കി വെച്ചോ കേട്ടോ. ഒരു സുമലത ലുക്കൊക്കെ ഉണ്ട്. പൂമാനമേ ഒരു രാജഹംസം. സോറി ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി. പാട്ട് പാടാൻ ഈ കുട്ടിക്ക് അറിയാവുന്ന ആദ്യം നോക്കിക്കളയാം. സുജാത, ഈ സുന്ദരിയെ കാക്കമൊത്ത് കൊണ്ടുപോകാൻ നോക്കണമല്ലോ. അമ്പേ എന്താ സൗന്ദര്യം. ഒരു മാധവി ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. ചന്ദ്രനല്ലേ ബസികന്ധം ചൂടിയോ വീണ്ടും ട്രാക്ക് മാറിപ്പോയി. സുനിൽ കുമാർ കെ, സുസുന്ദരൻ, ഒരു അനിൽ കപൂർ ലുക്ക് ഇല്ലാതില്ല പറയുന്നത്. സന്തോഷ് വർഗീസ്, ഇവനൊന്ന് നോട്ട വിടണമല്ലോ. സാം എബ്രഹാം, ലവ എങ്ങനെയായി തീരുവെന്തോ. എന്തിരോ എന്തോ ഈ സുന്ദരികളെയൊക്കെ വല്ലതും അടിച്ചെടുത്തോണ്ട് പോവാവോ. കണ്ടറിയാം. ബിനു ലൂക്കോസ്, ഇതൊരു പാവം രാജകുമാരനാണല്ലോ. നമുക്ക്
സുന്ദരിമാരൊക്കെ കൊള്ളാം. ഇവർക്കൊക്കെ വല്ല കലാവാസനയും ഉണ്ടോ ആവോ? ആഹാ, പറഞ്ഞു തീരും മുമ്പ് വന്നല്ലോ കുമാരിമാർ. നല്ല അടിപൊളി കോസ്റ്റ്യൂംസ്, ഡാൻസ് ആണെന്ന് തോന്നുന്നു. മിനി സക്കറിയ ഇവള് കലക്കാൻ തീരുമാനിച്ചിറങ്ങിയത് തന്നെ. ജാക്കിയും തകർക്കും. മിനിമോൾ ആർ, ഈ സുന്ദരി എന്റെ ചെക്കന്മാരുടെ ഉറക്കം കെടുത്തും. ജിസി, ഇത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്റെ പയ്യന്മാരിലുള്ള തട്ടിയെടുക്കും ഉറപ്പ്. മിനി പി എൻ, ഈ കുട്ടി എന്താ ഹമേഷ ഹിന്ദി മേ പോലത്തെ അപ്പൊ എനിക്ക് തന്നെ പിടിയില്ലാത്ത ഭാഷ. അറ്റിറ്റിമോൾ, കണ്ടിട്ട് കടലിൽ കിടന്നു പോകാനുള്ളൊരു ലക്ഷണം ഇല്ലാതെയില്ല. ധനേശ്വരി, ഇവളൊരു സംഭവം തന്നെ.
നമ്മുടെ തോംസൺ കുര്യനല്ലേ? ഇവൻ ഇതൊക്കെ ഈ പെണ്ണുങ്ങളുടെ കൂടെ ഇടിച്ചു കയറിയത്. എന്റെ എൻട്രി കലക്കേട്ടോ മോനെ. ഇവൻ ഇപ്പൊ കണ്ട ഒരു പാവൽ ലുക്ക് ഉണ്ടെങ്കിലും എന്റെ ദൂരദർശിനിയിൽ ഇവൻ ഒരു കൃഷ്ണനായി ഭാവിയിൽ മാറാനുള്ള എല്ലാ യോഗ്യതയും കാണുന്നുണ്ട്. പഹയാ. എന്റെ പെൺകുട്ടികൾക്ക് 40 വർഷം കൊണ്ട് ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ. കാത്തി മോളെ, നീയും ഇവരുടെ കൂടെ കലക്കി കേട്ടോ. അല്ല മക്കളെ, നിങ്ങളുടെ കൂടെ ഞാനും മെഡക്സ് ആടിപ്പാടി ആഘോഷിച്ചു. നിങ്ങൾ എന്നെ കണ്ടു കാണത്തില്ല, പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ വിജു ജിസ്സിയെ ഈ സമയത്താണോ അടിച്ചു മാറ്റിയത് എന്ന് എനിക്കൊരു സംശയം ഇല്ലാതെയില്ല. അവർക്കേ അറിയൂ. ആ കാലത്തെ കുറെ വൺ വേ പ്രണയങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ. പോട്ടെ, സാരമില്ല, അതൊക്കെ പിന്നീട് കുടുംബകലഹം ഉണ്ടാക്കിയാലോ. അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. നമ്മുടെ അനോട്ടമി ലാബിൽ നിന്ന് പ്രചോദനം കണ്ടെടുത്ത് നമ്മുടെ സ്കെൽട്ടൻ ഡാൻസ് ഒന്ന് കാണണ്ടേ കൂട്ടുകാരെ? ചെറിയാൻ, JP, ജാബിർ, ടോമോ, മാത്യു, വിജു, ജെയിംസ്, സാം, കേരള പയ്യന്മാരെ സ്റ്റേജിലോട്ട്. Long ago, he was big and strong, in his eyes a flaming glow. once people look at him with terror and the fear. But to Moscow chicks, he was such a lovely dear. He could preach the Bible like a preacher, full of ecstasy and fire. But he also was the kind of teacher women would desire. Rasputin, lover of the Russian queen, there was a cat that really was gone. Rasputin, Russia's greatest love machine. It was a shame how he carried on. He moved to Russian land and never minded Tsar. But the cars are chopping, he danced really wunderbar. In all affairs of state, he was the man to please. But he was real great when he had a girl to squeeze. For the queen, he was no wheeler dealer. Though she heard him sit down. വെറുതെ ഇരിക്കുന്ന സമയം കുട്ടികളെ സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടുറേ. देख लो मिट गई दूरियां मैं यहाँ हूँ
यहाँ कैसी सरहदें कैसी मजबूरियां मैं यहाँ हूँ यहाँ हूँ यहाँ हूँ പാട്ടും ഡാൻസും ഒക്കെ കൊള്ളാം. എന്തേലും ഒരു വ്യത്യസ്തത കാണിക്കും കുട്ടികളെ. ഒരു ഫാഷൻ ഷോ ഒക്കെ ആയിക്കോട്ടെ എന്ന് നമുക്ക് ഫെസ്റ്റിവലൊക്കെ ഒന്ന് കൊഴുപ്പിക്കണ്ടേ. ഇതൊക്കെ ഒരു സ്ഥിരം തീമല്ലേ കുട്ടികളെ. നമുക്കിതൊന്ന് മാറ്റി പിടിക്കാം. നമുക്ക് കറുത്തമ്മേനെയും പരീക്കുട്ടിയിലും തുടങ്ങി ജയകൃഷ്ണനും ക്ലാരയും ചന്തുശേഖരും ഉണ്ണിയാർച്ചയും ഒക്കെ ആയിട്ടൊക്കെ ആടി തിമിർക്കാം. കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും കൈ നിറയെ പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ല് തരാമോ ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ നീയറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം മധുരദേവാമൃതം മധുരദേവാമൃതം കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ ഇന്ദുലേഖ കൺതുറന്നു ഇന്നുരാവും സാന്ദ്രമായി ഇന്ദുലേഖ കൺതുറന്നു ഇന്നുരാവും സാന്ദ്രമായി ഇന്ദ്രജാലം നെല്ലുയുണർത്തി മന്മഥന്റെ തേരിലേറ്റി ഇന്ദ്രജാലം
ഇന്ദുലേഖ കൺതുറന്നു ഇന്നുരാവും സാന്ദ്രമായി. തുടങ്ങി മോഹം പെയ്തു തുടങ്ങി ഏതിന് കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി ഏതിന് കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. ആരാരെ ആദ്യമുണർത്തി ആരാരുടെ നോവ് പകർത്തി, ആരാരെ ആദ്യമുണർത്തി ആരാരുടെ നോവ് പകർത്തി, ആരാരുടെ ചിറകിലൊതുങ്ങി അറിയില്ലല്ലോ അറിയില്ലല്ലോ അറിയില്ലല്ലോ. മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി നീതിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. പൂക്കാലം വന്നു പൂക്കാലം, തേനുണ്ടോ തുള്ളി തേനുണ്ടോ, കുറുനില കൊണ്ടൻ മനസ്സിൽ ഏഴുനീല പന്തലൊരുങ്ങി, ചിറകടിച്ചതിനകത്തിൻ ചെറുമണ്ണ കിളി കുറുമി, കിളിമരത്തിന്റെ തളിർ ചില്ലത്തുമ്പിൽ കുറുങ്ങുന്നു മെല്ലെ കുരുക്കുത്തി മുല്ല. പൂക്കാലം വന്നു പൂക്കാലം, തേനുണ്ടോ തുള്ളി തേനുണ്ടോ, അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അപ്പൊ ഈ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന്? അപ്പൊ അവൻ എന്നെ എടിന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തി. എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. ഇന്നത്തെ ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെ ആണ് ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആസ്പത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. വട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? വൈശാഖ സന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമ സഖിതൻ അധര കാന്തിയോ, ഓമലേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ. വൈശാഖ സന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമ സഖിതൻ അധര കാന്തിയോ. കരളേ എന്നോടൊന്ന് ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിളുങ്ങാതെ. മനുഷ്യനെ പേടിപ്പിക്ക
എന്താ വേണ്ടത്? എന്നാ അയ്യേ, എന്താ അക്രമായി കാണിക്കണേ? ആരെങ്കിലും കണ്ട മാനം പോവില്ലേ? കാര്യം ഭാര്യയും ഭർത്താവാ. ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ? ഉണ്ണിത്ത വാക്ക് പറഞ്ഞ വാക്ക വീടെന്ന്. നിനക്ക് എന്താ ഭാഷ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ആരെങ്കിലും കണ്ടാ പിന്നെ നമ്മൾ രണ്ടാളും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. You ask English question, I reply English answer. Please. Look at you. I make chapati, you make vegetable curry. 50-50. Nothing. Take some vendakas, cut small pieces. Take onion, cut small pieces. Put china chatti, put it in the adupu. Put some coconut oil, put some kadugumanis, little karvepulas, kadugavara. Take vegetables, put it in. Little chili powder, little bully powder, little curry masala powder, little uppu. Close it. Curry ready. Go. Appa thodangi kazhinjalle? Yes. From this minute, this second, only English, no Malayalam. I speak Malayalam, I give 10 rupees fine you. You speak Malayalam, you give 10 rupees fine me. Okay? Okay. Agreed. Agreed. ഭഗവതി അണിയനിൽ അലിവോടി നിത്തിരി കരിയണമേ. പരമേളം ചെണ്ടച്ചെങ്കൽ മത്തളമരമണികിണികിണി പലതാളം തക്കിടകിടതകത ചുവടുകളിൽ ഒരു ഞൊടിയുടെ പേരുത് പോയി അമ്മ പോയി പോയി അളവുകളുടെ ചുടുപകടകളുടന ഒരു വരമിനി അതിരളണമേ. ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുളുങ്ങി വണങ്ങി കുണുങ്ങി മണുങ്ങി അലങ്ങും വിലങ്ങും കുരുങ്ങി പരുങ്ങി അയ്യേ ഈ മരമടയിലും ഞാനതിരല്ലടവും ശംഭോ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനേ. ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ. വരവേൽക്കാനാളു വേണം, കോടി തോരണങ്ങൾ വേണം. വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. കറുത്ത ചിറകു വെച്ചു അരയെന്ന കിളി പോലെ കുതിച്ചു കുതിച്ചു പായും കുതിര പോലെ. തോൽവി എന്തെന്നറിയാത്ത തലകെട്ടാനറിയാത്ത കാവാലം ചുണ്ടനിതാ ജയിച്ചു വന്നു. ആ ഫാഷൻ ഷോ എന്തായാലും കലക്കി. ഇനി ഇതിൽ പാട്ടുകാരുണ്ടെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഒരു പാട്ട് കൂടി അങ്ങ് കേട്ടാൽ. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിഞ്ചിലം കേട്ടുണർന്നു. മാധവമാസത്തിൽ ആദ്യം വിളരുന്ന മാധവമാസത്തിൽ ആദ്യം വിളരുന്ന മോദപ്പൂമുട്ടിൻ പോലെ
പാട്ട് കൂടി അങ്ങ് കേട്ടാലോ? ഏതോ ഏതോ താളത്തിൽ പാടുന്ന വണ്ണാത്തിക്കിളിയേ, നേരം മറന്നു നീ പാടുന്ന പാട്ടിന്റെ ഈണം മറന്നതാണോ? നേരം പിരിട്ട് തനിച്ചിരുന്നൊറ്റയ്ക്ക് പാടുന്ന പെണ്ണിയേ, കൂടെ മറന്നോ നീ കൂട്ടിരിക്കത്തിലാണോ? ഏതോ ഏതോ താളത്തിൽ പാടുന്ന വണ്ണാത്തിക്കിളിയേ, നേരം മറന്നു നീ പാടുന്ന പാട്ടിന്റെ ഈണം മറന്നതാണോ? നേരം ഇരുട്ട് തനിച്ചിരുന്നൊറ്റയ്ക്ക് പാടുന്ന പെണ്ണില്ലേ, ഉടനെ നീ മറന്നതോ കൂട്ടി നീണയ തിരഞ്ഞതാണോ? ഏതോ ഏതോ താളത്തിൽ പാടുന്ന വണ്ണാത്തെങ്കിലേ, നേരം മറന്നു നീ പാടുന്ന പാട്ടിന്റെ ഈണം മറന്നതാണോ? ചേർന്നൊരു കൂടവും വേണം, അരികിൽ മന്ത്രി വേണം, നാടിനും ഗുണമുള്ള യുദ്ധത്തിങ്കൽ രാമനല്ലോ കുലത്തിങ്കൽ നീരാനല്ലോ യുദ്ധത്തിങ്കൽ അച്ഛനുമായൊന്നല്ലോ ഇതോ വന്നിട്ടേ നമ്മുടെ തങ്കമണി ഡാൻസ് ഒന്നും കാണണ്ടേ? അടിച്ചു പൊളിക്ക്.
அண்ணா உங்களுக்கு ஆரையான நம்பிக்கை அன்போடு நம்பிக்கை என்ன இந்த தங்கமணியே ஆரே என்ன இந்த தங்கமணியே பின்னே പിന്നെ എൻ അമ്മാവേ ഉച്ചുമാളി അമ്മാവേ പിന്നെ വേണമെന്നാ നിന്നെ மச்சான் என்ன என் கழுத்துல ஒரு தாலி கட்டி கூட உன் கையால் ஒரு புடவ தന്നു കൂടെ உன் கையால் ஒரு புடவ தന്നു കൂടെ സൂരി ഹോട്ടലിൽ വെച്ച് നമ്മുടെ 30ാം വാർഷിക റീയൂണിയൻ നമുക്ക് ഒരുപാട് മറക്കാൻ പറ്റാത്തൊരു സംഗതി കേട്ടോ. ആ ടോംസനും മിനിയും കൂടെയൊക്കെ ചെയ്ത സ്കിറ്റ് എന്ത് മനോഹരമായിരുന്നു. അപ്പോളെ ടോംസ, മിനി, ആ കസ്തൂരി, എന്റെ കസ്തൂരി ഡാൻസ് ഒന്ന് കളിച്ച് പൊളിക്കാൻ കുട്ടികളെ. രാത്രിയുടെ കഥ. നമ്മുടെ നായകൻ തൊമ്മിക്കുട്ടി ഇന്ന് കല്യാണം കഴിഞ്ഞു. കാത്തിരുന്ന ആദ്യ രാത്രി. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ താമസിച്ചു പോയോ ചേട്ടാ? സംസാരിച്ചിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രിയുടെ സുവർണ നിമിഷങ്ങളാണിത്. എന്റെ കുഞ്ഞുമേരി ചേട്ടാ.
അഴകിൻ ചിങ്കാരി കളിയാടാൻ പട്ടുടുത്ത് പൊട്ടുതൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങ് കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ അപ്പെന്താ പണിയുമായി വരുന്നു? അപ്പോൾ എന്റെ അപ്പ ഉപദേശമൊക്കെ മതിയായി, ഇനി ഒന്ന് പോയി തന്നാൽ വളരെ ഉപകാരമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രിയുടെ സുവർണ നിമിഷങ്ങളാണിത്. എന്റെ രാത്രി ഞാനൊരു കിസോസപ്പാണ് അങ്ങോട്ട് തരട്ടെ. അത് വേണ്ടല്ലോ, നമുക്ക് പ്രേമപുരത്തോടെ തുടങ്ങാം. കുശുംബി വരുന്നു. മുല്ലപ്പൂ വിതരണം മറന്നുപോയി, വിതരട്ടെ നാത്തൂനെ. എന്റെ ചേട്ടന് പക്ഷെ റോസിനോടാണ് ഇഷ്ടം. ചേട്ടൻ മണ്ണിമുല്ല വിതറാനല്ലേ പറഞ്ഞത്? വിതരട്ടെ. റോസ് കൊണ്ടാൽ മുള്ളുകൊള്ളും. അവളും മണ്ടി മുല്ലയുമായി വന്നിരിക്കുന്നു. പെങ്ങളെ ഈ സ്ഥലം കാലിയാക്ക്. സംസാരിച്ചിരിക്കാനുള്ള സമയമല്ലിത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രിയുടെ സുവർണ നിമിഷങ്ങളാണിത്. എന്റെ രാധേ, ചേട്ടാ വെറുതെ പള്ളടിക്കല്ലേ. നമ്മുടെ ആദ്യരാത്രി കുറവായി പോയല്ലോ മോളെ. ജീവിതം നായനക്കി. സ്കിറ്റ് മാത്രമല്ല കേട്ടാ, സൂര്യയിലുള്ള പരിപാടിയിൽ നമുക്ക് വേറൊരു സാധനം ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു പാട്ടും ഡാൻസും. കൈതോല പായ വിരിച്ച്. സുന്ദരി കുട്ടികളെ, നമുക്ക് അതൊന്ന് അടിച്ചമർത്ത് കാണിക്കേ. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലു പൊലിച്ച്. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലു പൊലിച്ച്. കാടുകുത്താനിപ്പ വരും നിന്നമ്മവന്മാരു പൊന്നോ. കാടുകുത്താനിപ്പ വരും നിന്നമ്മവന്മാരു പൊന്നേ. കാട്
കാതുകുത്താനെപ്പ വരും നിന്നമ്മാവന്മാരു പൊന്നോ കാതുകുത്താനെപ്പ വരും നിന്നമ്മാവന്മാരു പൊന്നേ ആ ഏ ഓ ആ ഏ ഓ കുന്നത്തങ്ങടി ഷാപ്പിലെ കേറി പള്ള നിറയെ കള്ളു കുടിച്ച് കുന്നത്തങ്ങടി ഷാപ്പിലെ കേറി പള്ള നിറയെ കള്ളു കുടിച്ച് ആടിയാടിയപ്പ വരും നിന്നങ്ങളമാരു പൊന്നോ ആടിയാടിയപ്പ വരും നിന്നങ്ങളമാരു പൊന്നേ ആടിയാടിയപ്പ വരും നിന്നങ്ങളമാരു പൊന്നോ ആടിയാടിയപ്പ വരും നിന്നങ്ങളമാരു പൊന്നേ കൈതോല പായ വിരിച്ച് പായേലൊരു പറനെല്ലു പൊലിച്ച് കാതുകുത്താനിപ്പ വരും നിന്നമ്മാവന്മാരു പൊന്നോ കാതുകുത്താനിപ്പ വരും നിന്നമ്മാവന്മാരു പൊന്നേ ആ ഏ ഓ ആ ഏ ഓ കാതുരുമ്മിക്കാരമുള്ളോണ്ട് കാതുകുത്തണ നേരം കാതുരുമ്മിക്കാരമുള്ളോണ്ട് കാതുകുത്തണ നേരം നോക്കുമ്പോ പച്ചുള നോക്കിയിരുന്ന മതി എന്റെ പൊന്നോ നോക്കുമ്പോ പച്ചുല നോക്കിയിരുന്ന മതി എന്റെ പൊന്നേ നോക്കുമ്പോ പച്ചുല നോക്കിയിരുന്ന മതി എന്റെ പൊന്നോ നോക്കുമ്പോ പച്ചുല നോക്കിയിരുന്ന മതി എന്റെ പൊന്നേ കൈതോല പായ വിരിച്ച് പായേലൊരു പറനെല്ലു പൊലിച്ച് കാതുകുത്താനിപ്പ വരും നിന്നമ്മാവന്മാരു പൊന്നോ കാതുകുത്താനിപ്പ വരും നിന്നമ്മാവന്മാരു പൊന്നേ ആ ഏ ഓ ആ ഏ ഓ കാതുരുമ്മി കൈതോല തൂക്കിയപ്പോ കരച്ചില മാറിയോടി പെണ്ണേ കാതുരുമ്മി കൈതോല തൂക്കിയപ്പോ കരച്ചില മാറിയോടി പെണ്ണേ ഇപ്പൊ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞിച്ചിരുതിയ പൊന്നോ ഇപ്പൊ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞിച്ചിരുതിയ പൊന്നേ ഇപ്പൊ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞിച്ചിരുതിയ പൊന്നോ ഇപ്പൊ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞിച്ചിരുതിയ പൊന്നേ കൈതോല പായ വിരിച്ച് പായേലൊരു പറനെല്ലു പൊലിച്ച് കൈതോല പായ വിരിച്ച് പായേലൊരു പറനെല്ലു പൊലിച്ച് കാതുകുത്താനിപ്പ വരും നിന്നമ്മാവന്മാരു പൊന്നോ കാതുകുത്താനിപ്പ വരും നിന്നമ്മാവന്മാരു പൊന്നേ കാതുകുത്താനിപ്പ വരും നിന്നമ്മാവന്മാരു പൊന്നോ കാതുകുത്താനിപ്പ വരും നിന്നമ്മാവന്മാരു പൊന്നേ ആ ഏ ഓ ആ ഏ ഓ ആ ഏ ഓ ആ ഏ കൂട്ടായ്മകളെ കുറിച്ച് പറയുമ്പോഴേ തൊടുപുഴയിലെ നമ്മുടെ ഗ്രീൻബർഗിലെ ഒത്തുകൂടൽ എങ്ങനെ മറക്കാൻ പറ്റും? അന്നത്തെ ഏറ്റവും അടിപൊളി പരിപാടി നമ്മുടെ കപ്പിൾ ഡാൻസ് ആയിരുന്നു. പാറമേക്കാവും തിരുവമ്പാടിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലുള്ള കുടമാറ്റത്തെക്കാൾ മനോഹരമായിരുന്നു ടോമിയുടെ കുടകൂടിയുള്ള ഡാൻസ്. അതല്ലേ അന്നത്തെ ഹൈലൈറ്റ്. എന്നാ പിന്നെ അതൊന്ന് കാണട്ടെ മക്കളെ. കുതിക്കും മാണിക്ക ചെമ്പഴുക്ക
കുതിക്കും മാണിക്ക ചെമ്പഴുക്ക अंदर से कोई बाहर न जा सके सोचो कभी ऐसा हो तो सारो सोचो कभी ऐसा हो तो सारो ഇടകലർന്ന് വരുമ്പോഴാണല്ലോ ഒരു ഇത് ഏത് എന്നാ പിന്നെ അടുത്ത് നമുക്കൊരു പാട്ട് यही तो बात हो रही है काम की कोई तो मुड़ के देख लेगा इस तरह कोई नजर तो होगी मेरे नाम की तार तार चला
गली गली बहार की बस एक चाँद की बस एक निगाह प्यार की मेरी सदा को किस यकीन से गजा उतर के आ गई जमीन पे कहीं यही लगन तो आए दिल जबान असर भी हो गएगा हसीन पे प्यार की प्यार का चला हूँ मिले जो रोकले उखाड़ के बना के हाथ ध्यान से चले दिन जोड़ी बहार के चलाओ गली बहार की बस एक सुल्क की बस एक निगाह प्यार की उतार का Shut up and really start to hold everything. Let's go to Dixie, never fought. Feel alright, very nice. When I step inside, go see too many things. Coming out of rain in the jazz competition in the place. Look at the horns, blowing that sound. Way on down south, way on down south, other town. Check out, it's a little honky tonk like anything. Chilling it up right here. With the summers. Any party and bar that can't pull it around in the palm house. In that platform song. They don't give me down about any trumpet playing back. It ain't what they call rock and roll. And the Sultans, yeah, the Sultans, they Creole.
എന്റെ പെൺകുട്ടികളൊക്കെ വളർന്ന് അമ്മമാരും ചിലർ അമ്മൂമ്മമാരൊക്കെ ആയെങ്കിലും എന്റെ മനസ്സിൽ നിങ്ങൾ ഇപ്പോഴും പഴയ ചെറിയ സുന്ദരി കുട്ടികൾ തന്നെ. നിങ്ങളുടെയൊക്കെ ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് കാണാൻ വല്ലാത്തൊരു മോഹം. എന്നാ പിന്നെ അതൊരെണ്ണം അവതരിപ്പിച്ചാലോ? തരൂ മകരനിലാവേ നീ എന്നിഹാരക്കോടി തരൂ. പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീ എന്നിഹാരക്കോടി തരൂ. കാണാതെ വിണ്ണിതളായി മറയും മന്മഥനിൻ ചന്ദ്രോത്സവമായി പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീ എന്നിഹാരക്കോടി തരൂ. ചന്ദനമായി ഹൃദയരമണ ഇന്നിന്റെ വഴിയിൽ കൊഴിഞ്ഞു പുഷ്പങ്ങൾ ജീവന്റെ താളങ്ങൾ വാർമുഖിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ പഞ്ചബാണനേഴുന്നള്ളും നെഞ്ചിലുള്ള കിളി ചൊല്ലി എല്ലാം അറിയുന്ന പ്രായമായില്ലേ ഇനി മിന്നും പൊന്നും അണിയാൻ കാലമായില്ലേ എന്തിനായി നീ ഇടം
ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നില്ലേ? മൊത്തം ട്രോഫികളാ പെൺപിള്ളേര് കൊണ്ടുപോകാന്. എന്താ ചെക്കന്മാര് നീ എന്തി നോക്കിയിരിക്കുന്നത്? നമ്മുടെ വർഗത്തിന് നാണക്കേട് ഉണ്ടാക്കാതെ കേറി നീ എന്തേലുമൊക്കെ ഒന്ന് കളിക്കണ മക്കളെ. അവരുടെ കുസൃതികളും പാട്ടുകളും നാടകങ്ങളും എല്ലാം ഇനി ഞങ്ങൾ വേദികയിൽ എത്തിക്കുന്നത് തികച്ചും പ്രൊഫഷണലായ നാടക സിനിമ രംഗങ്ങൾ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഇപ്പോഴും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരന്മാരെ മാത്രം അന്വേഷിച്ചുകൊണ്ട് ഞാൻ ഇവരെല്ലാം അന്വേഷിച്ചുകൊണ്ട് തികച്ചും പ്രൊഫഷണലായ കലാരൂപം പങ്കെടുക്കാൻ അഭാവം ഈ കലയുടെ മൊത്തത്തിലുള്ള ഏകോപനത്തിൽ കുറച്ച് കുഴപ്പങ്ങൾ സാധ്യത. അതുകൊണ്ട് ഗാന്ധിനഗറിനുള്ള പേടി അങ്ങനെ ചെയ്യുന്നതിനുള്ള വിളയവും ഒക്കെ അവരുടെ അഭാവം ചിലപ്പോൾ അവിടെ കുഴിയായിട്ടും മഴയായിട്ടും ഒക്കെ തെളിഞ്ഞു നിന്ന് നിങ്ങൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഒരു പേരിലോട്ട് കൂടി ഞങ്ങളുടെ ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ ഈരനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ വേർപെടുന്ന വേദനയോ വേറിടുന്ന നിർവൃതിയോ തിരിക്കൂ ഒരിക്കൽ കൂടി പാവാട വേണം മേലാട വേണം പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനങ്കിലിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ കാണു നീ നമ്മക്ക് പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനങ്കിലിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ കാണു നീ നമ്മക്ക് കല്യാണ
ഈ ആലപ്പുഴയിലെ പുന്നമടക്കായലിന്റെ തീരത്ത് കുളിർക്കാറ്റേറ്റ് നിങ്ങളുടെ കൂടെ കൂടാൻ പറ്റിയതിൽ വല്ലാത്ത സന്തോഷം തോന്നുന്നു. നിങ്ങളുടെ ഈ 40 വർഷത്തെ ജീവിതം വളർച്ചയും തളർച്ചയും പൊട്ടിച്ചിരികളും കരച്ചിലുകളും കുഞ്ഞു കുഞ്ഞു പരിഭവങ്ങളും ഒക്കെ മേഘങ്ങളുടെ മറവിൽ നിന്ന് ഞാൻ നോക്കിക്കണ്ടു. ഇന്ന് നേരിട്ട് നിങ്ങളുടെ കൂടെ തന്നെ വന്ന് ഒരു തട്ട് വേർക്കാൻ ഡാൻസ് ചെയ്തിട്ട് ഒരു വട്ടം കൂടിയെന്നോർമകൾ നീളുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ നീളുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ആകാശത്തിലൂടെ കാണാതിപത്തിയായി ഞാനുണ്ടാവും. ജയ് ഹോ.
Are you ready? Are you ready? I thought of taking this task because these are the memories that we will keep for our lifetime. तेरा वाला वो कसम वो इरादा भूलेगा दिल जिस दिन तुम्हें वो दिन जिंदगी का आखिरी दिन होगा क्या हुआ तेरा वाला वो कसम वो इरादा വട്ടാണല്ലേ ഇത് അല്ല ഇടയ്ക്ക് അല്ല പൂക്കാലം ആയതേ ഉള്ളൂ
താളി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തു നിന്നു. കാണാതെ പോയ ക്ലിപ്പ് തടാകമല്ല കായലിൽ വീണപ്പോൾ അതിനെ അതിവിദഗ്ധമായി മുങ്ങിയെടുത്തതിനുള്ള നന്ദി പ്രകടനമാണ് നിങ്ങൾ ഇവിടെ ഇപ്പോൾ കണ്ടത്. തോമാസിനെ നോക്കിയേ, വെള്ളത്തിൽ പോയെങ്കിലെന്താ.